ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ സം ഓഫ് പി ടേംസ് ഓഫ് ആൻ അരിതമെറ്റിക് പ്രോഗ്രഷൻ ഈസ് 3p² + 2p. നമ്മൾ ഇത്ര നേരം സമ്മിൻ്റെ കേസാണോ പഠിച്ചിരുന്നത്? ആണോ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ എന്താ പഠിച്ചേ? നമ്മൾ സമ്മിൻ്റെ കേസല്ല പഠിച്ചിരുന്നത് അല്ലേ? സാധാരണ ഒരു nth ടേം ഒക്കെ വെച്ചിട്ടുള്ള ഫോർമുലാസാണ് പോയത്. ഇവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മാറി സമ്മിൻ്റെ കേസസ് ഒക്കെയാണ് പഠിക്കുന്നത്. ഇത്ര ടേംസിൻ്റെ പി ടേംസ് ഉണ്ടെങ്കിൽ ആ അരിതമെറ്റിക് പ്രോഗ്രഷനിൽ അതിൻ്റെ സം എങ്ങനെ കാണുക എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവർ തന്നിട്ടുണ്ട് പി ടേംസ്. ഇത്ര അരിതമെറ്റിക് പ്രോഗ്രഷനിൽ പി ടേംസ് ഉണ്ട്. ആ പി ടേംസിൻ്റെ സമ്മ് 3p² + 2p ആണ് തന്നിട്ടുണ്ട്. എൽത്ത് ടേം വിൽ പി. അപ്പോൾ എൽത്ത് ടേം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു വാശി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാലഞ്ചായിട്ട് ഞാൻ തരികയാണ്. ഒന്ന് നിങ്ങൾ സ്വയം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പോസ് ചെയ്ത് നോക്കുക, എന്നിട്ട് സ്വയം ചെയ്യുക. എന്നിട്ട് വീഡിയോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ. അപ്പോൾ ഫസ്റ്റ് ടേം ഓൾറെഡി ഇതിൽ അല്ലല്ലോ, പീത്ത് ടേം എന്നല്ലേ. nth ടേം എന്നൊക്കെ പൊതുവെ തരാറുള്ളത്. ഇതിൽ പീത്ത് ടേം എന്നാണ്. അപ്പോൾ p = 1 എന്ന് കൊടുക്കാം. n = 1 കൊടുക്കുന്ന പോലെ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് p = 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടും കേട്ടോ. എങ്ങനെയാ? കാരണം നമുക്കറിയാം, എന്തറിയാം? an = എന്താണ്? an അല്ല, സോറി, മൈ മിസ്റ്റേക്ക്. an അല്ല, ap അല്ലേ? പീത്ത് ടേം അല്ലേ? അപ്പോൾ ap = 3p² + 2p ആണ് നമുക്കറിയാം. അപ്പോൾ p എന്താണ്? 1 കൊടുത്തു കഴിഞ്ഞാൽ, പിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? S1 = ഈ p ഉള്ളിടത്തൊക്കെ 1 വരില്ലേ? അപ്പോൾ 3 × 1² ഇവിടെ എന്താണ്? p ആണ്. ഇവിടെ അപ്പോൾ 1 വരും. ശരിയല്ലേ? ഈ p ഉള്ളിടത്ത് ആര് വരും? പിയുടെ പ്ലേസിൽ ആര് വരും? 1 വരും. അപ്പോൾ ഇവിടെ 1, ഇവിടെയും 1. അപ്പോൾ ഈ ഉള്ളിടത്തൊക്കെ അപ്പോൾ എന്ത് വരും? 3 × p² എന്നല്ല, 1² + 2 × p എന്നല്ല, 2 × 1 = എന്താണ്? 1² 1 × 3 3. ഓക്കെ, അപ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറ്റ് സെയിം ടൈം തന്നെ വരും. ആൻസർ 5 ആണ്. അടുത്തത് ഇതേപോലെ നോക്കിയേ. 1 ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് ടേം ഇപ്പോൾ എത്ര കിട്ടിയത്? 5 ആണ്. ഓക്കെ, ഒരു ടേമും കൂടി ഇല്ലേ? ആ ടേം ഏതാ? സെക്കൻഡ് ടേം അല്ലേ? സെക്കൻഡ് ടേം തൽക്കാലം നമുക്ക് സെക്കൻഡ് തന്നെ ഇടാം. സെക്കൻഡ് ടേം. ഈ 2 ടേംസും സം ചെയ്യും നമ്മൾ അല്ലേ? സം ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? സം കിട്ടും. അല്ലാതെ ഇപ്പോൾ എന്താ? സെക്കൻഡ് ടേമിൻ്റെ സം, 2 ടേംസിൻ്റെ സം കിട്ടും അല്ലേ? അപ്പോൾ ആ ഒരു 2 ടേംസിൻ്റെ സം നിങ്ങൾക്ക് അറിയോ? അപ്പോൾ അത് കണ്ടുപിടിക്കണ്ടേ? എന്നിട്ട് ആരേനെ മൈനസ് ചെയ്യുക? ആരേനെ മൈനസ് ചെയ്താൽ മതി? നമ്മുടെ ഫസ്റ്റ് ടേമിനെ അങ്ങ് മൈനസ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ടേമിനെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ 2 ടേംസ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ എന്ത്? സമ്മ് കാണാനുള്ള ഇക്വേഷൻ പി ടേംസിൻ്റെ വരികയാണെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ അതിൽ ആദ്യത്തെ ടേം കണ്ടുപിടിച്ചു, ആദ്യത്തെ ടേമിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ അതാണ് എന്ത്? ആദ്യത്തെ ടേമായിട്ട് നമ്മൾ ഒരാളല്ലേ ഉള്ളൂ, ആ ഒരാൾ തന്നെയല്ലേ ഫസ്റ്റ് ടേമും അല്ലേ? അത് ഉറപ്പാണ്. കാരണം ഞാനൊരു എക്സാമ്പിൾ അല്ല പറഞ്ഞുതരാം. 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് തന്നെയാണ്? 5 ആണ്. അതിൻ്റെ സം എന്ത് തന്നെയാണ്? 5 ആണ്. മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഒരാളും കൂടിയും എക്സ്ട്രാ വരികയാണ്. ഒരു സെക്കൻഡ് ടേമും കൂടിയും വരുമ്പോൾ അവിടെയാണ് ടെസ്റ്റ് വരിക. അതിൻ്റെ സമ്മ് ഫസ്റ്റ് ടേമും കൂട്ടണം, സെക്കൻഡ് ടേമും കൂട്ടണം. അപ്പോൾ p = ഇവിടെ നോക്കിയേ, പി ആണ് സമ്മ് കാണാതെ p ആണ്. അപ്പോൾ പിക്ക് നമ്മൾ 1 കൊടുത്തപ്പോൾ ഫസ്റ്റ് ടേം കിട്ടിയ പോലെ പിക്ക് എന്ത് കൊടുക്കേണ്ടി വരും? 2 കൊടുക്കേണ്ടി വരും. സെക്കൻഡ് 2 നമ്പേഴ്സിൻ്റെ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ കിട്ടി 5 ആണ്. സെക്കൻഡ് ടേം എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ആ 2 ടേമും കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് p = എന്ത് കൊടുക്കുക? 2 കൊടുക്കുക.
അപ്പോൾ എനിക്കെന്ത് കിട്ടും? രണ്ട് നമ്പേഴ്സിൻ്റെ സം എത്രയെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് അടുത്തത് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പിക്ക് 1 കൊടുത്ത പോലെ പിക്ക് എന്ത് കൊടുക്കുക? 2 എന്ന് കൊടുക്കുക. അങ്ങനെ 2 കൊടുത്താൽ 2 × 2 4 ആണ്. അപ്പോൾ 4 ഇവിടെ എഴുതാം. ഇവിടെ അല്ല, നമ്മുടെ ആൻസറിൽ എഴുതും. അപ്പോൾ 3 × 4 + 4 എന്ന് വരും അല്ലേ? അപ്പോൾ 3 × 4 എന്താ? 12 ആണ്. +4 = എന്താണ്? 16 ആയിട്ട് കിട്ടും. ഇത് എന്തേ ഉള്ളൂ, ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടി കൂട്ടിയ സമ്മാണ്. എന്ത്? 11 അല്ല 16 ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് സെക്കൻഡ് ടേം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടേം എത്രയാണ്? 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട്? സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് സമ്മ്, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ആരേനെ മൈനസ് ചെയ്യുക? നമ്മുടെ 5നെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആരേനെ കിട്ടും? സെക്കൻഡ് ടേമിന് കിട്ടും. ഒന്നുകൂടി പറഞ്ഞുതരാം. സിമ്പിളാടാ, സിമ്പിളാ. അപ്പോൾ എവിടെയും നമ്മൾ ചെയ്തു വന്നത് ഇതല്ലേ? യെസ്, ഇതാ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, കണ്ടോ? നമ്മൾ ചെയ്തു വന്നത് ഇതാ. അപ്പോൾ ആദ്യത്തെ ടേമും A1 കൊടുത്താൽ രണ്ടാമത്തെ ടേമിന് A2 എന്ന് കൊടുക്കുക. ഇത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേം കിട്ടും. അപ്പോൾ A2 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് ടേമിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഫസ്റ്റ് ടേം പ്ലസ് അല്ലേ? പ്ലസ് അപ്പുറത്തേക്ക് വന്നാൽ എന്താ വരിക? മൈനസ്. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആലോചിക്കുക. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും പ്ലസ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു സം കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് ടേം കിട്ടണം. ഫസ്റ്റ് ടേമിന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇതിന്ന് സമ്മിൽ നിന്ന്. ഇത്രയേ ഉള്ളൂ. നിസ്സാരമായിട്ട് എങ്ങനെയാ വെച്ചാൽ ആലോചിച്ചോ, കണ്ടെത്തി മനസ്സിലാക്കി എന്ന് വിചാരിക്കുക, മനസ്സിലാക്കിയെടുക്കുക, അത്ര തന്നെ. നമ്മൾ സ്വന്തമായിട്ട് കാണാപ്പടം പഠിച്ചിട്ടൊന്നും മാത്സ് പാസ്സാവാൻ പോണില്ല. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുക. ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം 5ഉം സെക്കൻഡ് ടേം 11ഉമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5ഉം 11 എത്രയാണ്? 16. 5 + 11 എത്രയാടാ? 16. അപ്പോൾ രണ്ട് ടേംസിൻ്റെ സമ്മ് 16 ആണ്. ഈ 11 കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 5നെ 16 നിന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ആലോചിച്ച് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പഠിച്ചു. അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തിട്ട് പറഞ്ഞു തെറ്റെടുത്ത് എന്നുള്ളത്. ഇനി ഫസ്റ്റ് ടേം 5 ആണ്, സെക്കൻഡ് ടേം 11 ആണ്. നമുക്കറിയാം ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കാണിച്ചു തരാമല്ലോ, അതൊന്നും ഒരു വിഷയമില്ല കേട്ടോ. ദ സം ഓഫ് p ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. കണ്ടുവോ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് അറിയാം, സെയിം ആണെന്നറിയാം. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇപ്പം ഇനി കുറേ ടേംസ് കാണാൻ നിൽക്കണ്ട. എന്ത് ചെയ്യാം? രണ്ട് ടേംസ് നിന്ന് തന്നിട്ടുണ്ട്, അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ 11 - 5 ചെയ്താൽ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് 6. കാരണം ഏത് രണ്ട് നമ്പേഴ്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഏത് രണ്ട് നമ്പേഴ്സ് മൈനസ് ചെയ്താലും സെയിം ആയിട്ടുള്ള നമ്പർ തന്നെ കിട്ടുള്ളൂ. കോമൺ ഡിഫറൻസ് എന്തുതന്നെയാണ്, സെയിം ആയിരിക്കും അല്ലേ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആണ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എൽത്ത് എന്താണ് ടേമാണ്. നമുക്കറിയാം സമ്മിൻ്റെ ഇക്വേഷനാണ് വെച്ചിട്ട് നമ്മൾ എൽത്ത് ടേമിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് എ അറിയാം അല്ലേ? നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടേം ഉണ്ട്. ഫസ്റ്റ് ടേം എ എനിക്കറിയാം 5 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇപ്പോൾ ഡി എത്രയാണ്? 6 ആണ്. അപ്പോൾ എയും ഡിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എയും ഡിയും കിട്ടിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ഡിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയും ഡിയെ കിട്ടുന്നുണ്ടു. നമുക്ക് വേണ്ടത് എൽത്ത് ടേമാണ്. എല്ലാം അറിയില്ല, അവർ തന്നിട്ടില്ല. അപ്പോൾ എൽത്ത് ടേമാണ് കാണേണ്ടത്. അപ്പോൾ അവിടെ എല്ലാം തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇക്വേഷൻ കൊടുക്കുക ആദ്യം nth ടേമിൻ്റെ. അവിടെ എൽത്ത് ടേം ആയി കാരണം എൽത്ത് ടേമിൻ്റെ ഇക്വേഷൻ എഴുതി a + l - 1d. ഇങ്ങനെ ഇക്വേഷൻ എഴുതണമെന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് എ എനിക്കറിയാം. അല്ലാതെ തന്നെ ഇക്വേഷൻ എഴുതിയിട്ട് തന്നെ പോവാം. എ എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ കൊടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. എങ്ങനെയാ വെച്ചാൽ ചെയ്യാം. അപ്പോൾ 5 + l - 1 × d 6 ആണ്. ഇനി 5 എന്താണ് ഈ 6ന് ഉള്ളിലേക്ക് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുക. അപ്പോൾ ആദ്യം 6 × l 6l - 1 × 6 അപ്പോൾ ആൻസർ 5. നമ്പേഴ്സ് ആദ്യം മൈനസ് ചെയ്യാം. ഇവിടെ എല്ലുള്ള ടേംസ് മൈനസ് ചെയ്യാൻ പോകരുത്,
പലരും ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യരുത്. എന്ത് ചെയ്യുക, നമ്പേഴ്സ് മൈനസ് ചെയ്ത് പോവാം. അപ്പോൾ 5 - 6 -1 ആണ്. അപ്പോൾ എൽ ടേംസ് ഇല്ലേ, 6L ആദ്യം എഴുതിയിട്ട് -1 എന്ന് എഴുതി. അപ്പോൾ ആൻസർ എന്താണ്? യെസ്, ഓക്കെ, ശരി തന്നെയാണോ? 6L - 1 ഇവിടെ ഉണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. നിങ്ങൾ ശരിയായിരിക്കുന്നു വിചാരിക്കുന്നു.